തിരുവനന്തപുരം പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ കോൺഗ്രസ് വിട്ട് സിപിഐഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കും. കോൺഗ്രസ് വിട്ടെത്തിയ നേതാക്കൾക്ക് സിപിഐഎം ജില്ലാ സെക്രട്ടറി ബി ജോയ് എംഎൽഎയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലയിലെ കോൺഗ്രസ് ബിജെപിയായി മാറിയെന്ന് കോൺഗ്രസ് വിട്ടെത്തിയ നേതാക്കൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഉൾപ്പെടുന്ന പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറയും അംഗങ്ങളും നേതാക്കളുമാണ് കോൺഗ്രസ് വിട്ട് സിപിഐഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പെരിങ്ങമല, പൊന്മുടി മേഖലകളിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും പ്രവർത്തകരുമാണ് കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് വിട്ടെത്തിയ DCC അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷിനു മടത്തറ, അൻസാരി കലൈപുരം, M ഷഹനാസ് എന്നിവരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി വി ജോയ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഷാളണിയിച്ച് സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിയമാനുസരണം രാജി കൈമാറിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഓഫീസിലേക്ക് അവർ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഈ അടുത്ത കാലത്തായി നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മറ്റു പാർട്ടികളിലെ ആളുകളും ആ ബന്ധം ഉപേക്ഷിച്ച് നമ്മളോടൊപ്പം വരുന്നുണ്ട്. ഇതോടെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ BJPയായി മാറുകയാണെന്നും LDF സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പമാണ് തങ്ങളെന്നും കോൺഗ്രസ് വിട്ടെത്തിയ നേതാക്കൾ വ്യക്തമാക്കി. ഞാൻ അവിടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നമ്മൾ CPMൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം, നിലവിലെ പ്രവർത്തനം നമുക്ക് വളരെ സ്വാധീനം നമ്മൾ ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും ഈ BJPയുടെ കോൺഗ്രസിൽ നിന്നുള്ള മാറ്റം, അതിലേക്കുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ചൂടുമാറ്റം, അതിൽ നമുക്ക് ഏറെ വിഷമവും അതിനനുസരിച്ച് നമുക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു ആശങ്കയുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നതുകൊണ്ടാണ് നമുക്ക് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തതും. അതുവഴി നമുക്ക് ആ ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഒട്ടനവധി മേഖലകളിൽ, കുടിവെള്ളം പോലും ഇല്ലാത്ത മേഖലകളിൽ ആളുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ആ നവകേരള സദസ്സ് അത്രയും ഗംഭീരമായ ഒരു പരിപാടി, അതിൽ നമ്മൾ പങ്കെടുക്കാൻ കഴിയാതെ പോയതാണ് നമുക്ക് അതിനുള്ള വിഷമം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വീകരണ പരിപാടിയിൽ DK മുരളി MLA, VK മധു, KS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്ക് കനത്ത തിരിച്ചടിയാണ് ജില്ലയിൽ കോൺഗ്രസിനുണ്ടാക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.